കൊയ്യാമ്പറമ്പി ഗോപി 50 രൂപ. അവൻ്റെ ചെറുക്കൻ്റെ കല്യാണത്തിന് ഞാൻ ഇപ്പോൾ 100 രൂപ കൊടുത്താ. ഒരു ബന്ധത്തിൻ്റെ കല്യാണമാണ് തന്നേക്കണ 50 തൊലി നാറിന്ന് തന്നെ എഴുതിക്കോ. നാറിപ്പോൾ ഒരുപാട് അയച്ചാ എന്നാ എച്ചിന്ന് എഴുത്. കാലിക്കവർക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടല്ലോ. അതിൻ്റെ അമ്മയുടെ വീട്ടുകാരായിരിക്കും. അല്ലല്ലോ, ഇത് അച്ഛൻ്റെ വീട്ടുകാരാണല്ലോ. അതേ അഡ്രസ് ഉണ്ട്. അല്ല, എൻ്റെ വീട്ടുകാരുടെ പൈസ പോലെ നിലത്തും ചാടിപ്പോയായിരിക്കും. പൈസ ഇല്ലെങ്കിൽ അഡ്രസ്സ് അതായിരിക്കാൻ പാടില്ല. നാറികൾ ഇത് എഴുതുന്നോ? ഋഷികേശ് മടത്തിപ്പറമ്പിൽ. ഋഷികേശ് മടത്തിപ്പറമ്പിൽ ആ വേലാഞ്ചണ്ണവനാ. $200 രൂപയ്ക്കും. നീ എന്നെ എഴുതാത്ത? അല്ല, മുകളിലേക്കാണ് താഴ്ത്തേക്കണം. ചെറു എങ്ങനെയാണ് അവനറിയാമല്ല. പഠിപ്പിക്കാൻ പറ്റപ്പോൾ പഠിക്കണമായിരുന്നു. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞാൽ എന്തായാലും കൈത്തൊഴിൽ പഠിക്കാം. അത് പോട്ടെ, എന്തായാലും പണിക്ക് പോകണ്ടേ? അച്ഛൻ പണിക്ക് വേണമെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് കൊള്ളാച്ചാ. ആനാ അല്ല, ഇത്ര നാളെ ഞാൻ പഠിച്ചല്ലേ, അപ്പോൾ 2 കൊല്ലം വിശ്രമം ചെയ്തെന്ന് വെച്ചോട്ടെ. ശർബത്ത് സൂപ്പർ. വെറുതെ ഇങ്ങനെ ഇരിക്കാണ്ട് വെള്ളത്തിലേക്കൊന്നും ഇറങ്ങടാ. ഞാനൊന്നുമില്ല, വൈകിട്ടാണ് പറയണ്ടാ. എന്റെ അമ്മാവനെ നിനക്കൊരു ജോലി റെഡിയാക്കിയിട്ടുണ്ട്. നാളെ തന്നെ പോയിക്കോ. എന്താടാ നീയല്ല ജോലി അന്വേഷിച്ചത്? എനിക്ക് ജോലി അന്വേഷിച്ച് നടക്കാൻ ഇഷ്ടം, ജോലിക്ക് പോകണ ഇഷ്ടമല്ലടാ. അയ്യേ എടാ, എന്നാ പിന്നെ നിനക്ക് എന്നോട് പെയിന്റ് പണിക്ക് വരാൻ പാടില്ലേ? പെയിന്റ് പണിക്കാ ഈ രാവിലെ പണിത് കഴിഞ്ഞാൽ 800 രൂപ കിട്ടുള്ളൂ. അതത്രേ ഉള്ളൂ. ഞാനൊന്നുമില്ല, ഞാൻ വല്ല ട്രൂപ്പിലും കയറാൻ പോകണം. ട്രൂപ്പിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. മിമിക്സ് ട്രൂപ്പിന്നോ? ആ, നാളെ മറ്റേ താജ് കോട്ടയിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഒരു റോളി സാർ. ശരി. ആ, ഞാൻ പോകുമ്പോൾ 2 മണിക്കൂർ പരിപാടി ഉണ്ടല്ലോ, 10,000 കിട്ടും. വെറുതെ എന്തിനാ വെയിൽ കൊണ്ടിയാണത്? അത് ശരി. എന്താ ചേച്ചി? ചെല്ലണം. നോക്കിപ്പോ ഉണ്ടാവൂല, മീൻ മേടിക്കാനായി. അല്ലടാ, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നട്ടെ. തോമസ് ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞത്, ഞാനപ്പോ തന്നെ ചെന്ന്. അച്ഛൻ നിലപ്പൊക്കത്തുനിന്ന് വീണടാ. ഇനി പഴയ പോലെ ഓടിച്ചാൽ നടക്കാൻ പറ്റുന്നില്ല, കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കണം. അച്ഛനെന്താ വീഴാതെ? ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനി അച്ഛൻ പണിക്കൊന്നും പോണ്ട. പിന്നെ പണിക്ക് പോയെങ്കിൽ നീയൊക്കെ എങ്ങനെയാണ് 3 നേരം വെട്ടി വിടുക്കുന്നത്? പണിക്ക് പോകണ്ടെന്ന് നീ പോടാ പണിക്ക്. ഇല്ല, കുഴപ്പമില്ല, അച്ഛൻ പണിക്കോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, ഞാൻ വെറുതെ ഇരുന്നോളാം. രാജേട്ടാ, അവൻ പറഞ്ഞത് കാര്യമല്ലേ? മോളുടെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനി വെയിലത്ത് നിലപ്പൊക്കത്ത് കയറേണ്ട വല്ല കാര്യം ഉണ്ടാ? വിജയൻ അറിഞ്ഞിട്ടാ വിജയ പറയണേ. ഇവനൊന്നിനും കൊള്ളിയല്ല. ഐറ്റേക്ക് പോകാൻ പറഞ്ഞു, കേട്ടില്ല, പോയില്ല. പിന്നെ ഏതാണ്ടൊക്കെ പണിക്ക് പോയി. ആ പോക്ക് നിർത്തി. ഞാൻ ഇവന്റെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. ചേട്ടൻ ഈ പ്രായത്തിൽ വാർക്ക പണിക്കൊന്നും പോകണ്ട. എത്ര വർഷമായി നടക്കണം? എന്റെ ഹോട്ടലിൽ വന്ന് നിൽക്ക്. വലിയ ഭാരിച്ച പണിയൊന്നുമല്ല, അല്ല വിളമ്പാനാ പിടിക്കാനാ എന്താന്ന് വെച്ചാൽ ചേട്ടൻ ഞാൻ തരേം ചെയ്യാം. ഞാൻ പറഞ്ഞെന്നുള്ളു, നിങ്ങൾ ആലോചിച്ച് പറ. ശരി. എന്താടാ നീ നിൽക്കണ കടയിൽ? അപ്പൊ പണിയെടുക്കാൻ ഒരു ഉദ്ദേശമില്ലേ? എന്താ നിന്റെ പരിപാടി? അത് ഞാൻ ഇന്നലെ രാവിലെ മുതലൊരു തീരുമാനം എടുത്തു. എന്ത്? അതായത് എന്റെ ജീവിതം ഞാൻ കലക്കൊണ്ട് ഒഴിഞ്ഞു നോക്കാൻ പോവാണ്. നടന്നത് തന്നെ. കലക്കല്ല ഒഴിഞ്ഞു നോക്കുന്നത്, നിന്റെ ഒക്കെ തലക്ക ഒഴിഞ്ഞു നോക്കുന്നത്.